സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരി വർക്ക് പഠിക്കാതിരിക്കണ്ട. അപ്പോൾ ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ആരി വർക്ക് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിതെങ്ങനെ പഠിക്കണമെന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി, ഗൂഗിൾ ചെയ്ത് നോക്കി, അല്ലാതെ എൻ്റെ തന്നെ രീതിയിൽ പല രീതിയിൽ നോക്കി. പക്ഷെ എല്ലാം ഫ്ലോപ്പായിരുന്നു. പിന്നെ എളുപ്പത്തിലൊരു പരിപാടി എൻ്റെ തലയിലോട്ട് കയറിയതാണ് കേട്ടോ ഇത് എല്ലാവർക്കും ചിലപ്പോൾ അറിയാവോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിലൊരു വിദ്യ വന്നു, എനിക്കത് സക്സസ് ആയി. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഒരു വലിയ റിങ് വാങ്ങിക്കുക. ആ റിങ്ങിനകത്ത് തുണി വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു മേശപ്പുറത്തൊക്കെ വെക്കുക. എന്നിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം പുറത്തോട്ട് നിൽക്കുകയാണ്. അപ്പോൾ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ആ മേശയിൽ കിടക്കുന്ന ഭാഗത്തേക്ക് വെക്കുന്നത്. വലിയ റിങ് ആണ് കേട്ടോ. ഇതിപ്പോൾ 14 ഇഞ്ചിൻ്റെ റിങ്ങാണ്. എന്നിട്ട് നമ്മൾ കസേരയിലിരിക്കുക. കസേരയിലൊരു പില്ലോ എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നടുവിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പെഡലി ഇച്ചിരി വേദനയൊക്കെ എടുക്കും, കാരണം നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യുന്നതുകൊണ്ടിട്ട്. എന്തായാലും ആരി വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻ ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അത് വേറൊരു സത്യം. എന്നിട്ട് ഇങ്ങനെ ഇരുന്നങ്ങ് ചെയ്യാം. അപ്പോൾ ആരി വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഇത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും പഠിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആരി വർക്കിൻ്റെ സ്റ്റാൻഡ് മേടിക്കാൻ ഇതിനും വേണ്ടി കാശൊന്നും വേണ്ടല്ലോ എന്നൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ശരിയാ, ഒരുപാട് കാശൊന്നും വേണ്ട. പക്ഷേ എന്നെക്കൊണ്ട് ഈ ആരി വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മണിക്കൂറുകളോളം എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമോ, അതിനുള്ള ക്ഷമയുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു സാധനം ഇവിടെ മേടിച്ച് കൂട്ടിയിട്ട് പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ മേടിക്കാൻ പോവാതിരുന്നത്. അങ്ങനെ കുറേ അലമ്പ് സാധനം ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കുമായിരുന്നു. അതിനുശേഷം വാങ്ങിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് ആദ്യം പഠിക്കേണ്ടത്. ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത രൂപത്തിലോട്ടൊക്കെ പോകാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ദിവസവും ഞാൻ മണിക്കൂറുകളോളം ഇരുന്നു. സത്യത്തിൽ വൈകുന്നേരം ഊണിന് ശേഷം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പോഴേ അവിടെ എണീക്കാറുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പെടലി വേദന, നടുവേദന ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സാറിന് ഇതേ തോന്നി, എന്നെ കൊണ്ടുപോയി വാങ്ങിത്തന്നു. ഞാൻ വാങ്ങിക്കാനിരിക്കുകയായിരുന്നു. പിന്നെ ആൾ വാങ്ങിച്ച് തന്നതുകൊണ്ട് വലിയ സന്തോഷം. അങ്ങനെ ആൾ തന്നെ അത് ഫിറ്റൊക്കെ ചെയ്ത്, നമുക്ക് പിന്നെ പല പാർട്സായിട്ടാണ് കിട്ടുന്നത്, ഫിറ്റൊക്കെ ചെയ്ത് തന്നു. പിന്നെ ഈ റിങ് നമ്മൾ വേറെ വാങ്ങിക്കണം കേട്ടോ. ഞാനിത് വാങ്ങിച്ചത് 380 രൂപയ്ക്കാണ്. ഇവിടെ ആലപ്പുഴയിൽ വില ചോദിച്ചപ്പോൾ, ആലപ്പുഴയിലെ ഷോപ്പിലൊക്കെ വില ചോദിച്ചപ്പോൾ 500 രൂപയാണ് പറഞ്ഞത്. ആ സെയിം സാധനം അമ്പലപ്പുഴയിൽ 380 രൂപയാണ്. പിന്നെ ആ റിങ് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം, അതിന് 90 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് 18 ഇഞ്ചിൻ്റെയാണ്. അതിൽ വലുതൊക്കെ ഉണ്ട്. അപ്പോൾ 18 ഇഞ്ചിൻ്റെയാണ് ഞാൻ വാങ്ങി. എന്നിട്ട് നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ഇനി ഷേപ്പൊക്കെയാണ് വരക്കേണ്ടത്. അതായത് ചതുരം, ത്രികോണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്നത് സാധാരണ നൂലാണ്. നമ്മൾ മിഷനിലൊക്കെ തയ്ക്കുന്ന സാധാ നൂലില്ലേ, അതായിരുന്നു. അത് ഇനി അതൊന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ 2 ത്രെഡ്, അതും നമ്മുടെ സിൽക്ക് ത്രെഡില്ലേ അതിൻ്റെ 2 ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചധികം പാടായിരുന്നു, ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, പൊട്ടി പൊട്ടി പോകുന്നു, വരുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷേ പിന്നെ അതും ഓക്കെ ആവാൻ തുടങ്ങി. സമയമെടുത്തു, കുറച്ചധികം സമയമെടുത്തു. പക്ഷെ പയ്യെ അതും ഓക്കെ ആവാൻ തുടങ്ങി. അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ഈ ഒരു റൗണ്ട് കണ്ടോ, ആ റൗണ്ടിൽ ഫുള്ള് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച അത്രയൊക്കെ ആയപ്പോൾ അത്രയും ചെയ്യാൻ പറ്റി. പിന്നെ ഒരു അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മുത്തൊക്കെ വെച്ചിട്ട് ചെയ്യണം. അതാണ് ശരിക്കും ആരി വർക്കിൻ്റെ മെയിനായിട്ടുള്ളൊരു സാധനം. അപ്പോൾ അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഒരു സമാധാനമായത്. പക്ഷേ ആദ്യത്തെ ഒരു ഇച്ചിരി നേരത്തെ പാടേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പം അതും സെറ്റായി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്.
ഇനിയിപ്പോൾ ഓരോരോ ഡിസൈൻ പുതിയ പുതിയ ഡിസൈനൊക്കെ പഠിക്കണം. സെറ്റ്.